Hi everyone, welcome back to my channel. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പുഡിംഗ് ആണ്, ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിക്ക് 2 എണ്ണമാണ്. ഒരു 2 മീഡിയം സൈസ് കരിക്ക്. ഇത് കരിക്കിൻ്റെ വെള്ളം. ഇത് പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ചൈന ഗ്രാസ്. ഞാനിവിടെ ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 1 കപ്പ് വെള്ളത്തിൽ. അപ്പം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കരിക്കും അതുപോലെ തന്നെ കരിക്കിൻ്റെ വെള്ളം 1 കപ്പ്. ഇത് നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുക്കാനുള്ളത്, ഓവറായിട്ട് വെള്ളം ചേർക്കണ്ട. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചൈന ഗ്രാസ് ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മെൽറ്റൊക്കെ ആയി ഞാനിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പുഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങാം നമുക്ക്. അതിനായിട്ട് ഒരു 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. തിള വരുമല്ലോ, തിളച്ച് പൊങ്ങണ്ട, പക്ഷെ ഒന്ന് തിളയ്ക്കാറാകുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരട്ടെ. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പുഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇവിടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇവിടെ ഞാൻ 1/2 ടിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 5 തൊട്ട് 6 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി മധുരം പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചുകൂടി ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇതേ നമ്മൾ നല്ല അരച്ച് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ ആ ഒരു മിക്സാണ് അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കരിക്കിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് തിളയ്ക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ഈ ഒരു ചൂടിൽ തന്നെ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി സെറ്റായിക്കോളും. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മൾ അരിച്ച് വെച്ചിരുന്ന ചൈന ഗ്രാസ് ആണ്. അതും കൂടി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മൾ മിക്സ് റെഡിയാണ് ഇവിടെ. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ നമ്മുടെ ഈ പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇതിനുള്ളത്. അങ്ങനെ നമുക്ക് നമ്മുടെ മിക്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിനി നമുക്കിതൊന്ന് 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക. ഇതിൻ്റെ ടോട്ടൽ സമയം ഒരു 7 to 8 hours ആണ്. 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊരു ടോപ്പിംഗ് റെഡിയാക്കണം. അതിൻ്റെ മിക്സാണ് ഈ കാണുന്നത്. ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായി അത് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. മണ്ണ് പോലെ പൊടിച്ചെടുക്കരുത്. ഒരു ഇച്ചിരി ഒരു ക്രഞ്ചിനെസ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിംഗ് കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ തന്നെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. ഒന്ന് മണ്ട ഭാഗം നല്ല കട്ടിയായിട്ടിരിക്കും. ആ സമയം വേണം നമ്മൾ ഈ ടോപ്പിംഗ് ഇടാനുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ആ ഫസ്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അടിയിലോട്ട് പോകും. അങ്ങനെ നിങ്ങൾക്ക് കാണാം നമ്മളെ പുഡിങ്ങൊക്കെ ഇവിടെ ഞാൻ കറക്റ്റ് ഒരു 7 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിത് എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ നല്ല സോഫ്റ്റാണ് ഈ പുഡിങ്. നല്ല ടേസ്റ്റാണ്, വായിലിടുമ്പോൾ അലിഞ്ഞു പോകും, ആ ഒരു ടെക്സ്ചറാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ പുഡിങ്ങിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.